ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു രണ്ടാഴ്ചയായിട്ട് ഒരു വീഡിയോസ് തന്നെ നമ്മുടെ ചാനൽ വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ഡിലേ ആയിട്ടുണ്ട്. ആക്ച്വലി ഫോൺ ലിക്വിഡ് ഡാമേജ് ഒക്കെ ആയിട്ട് സർവീസ് സെന്റർ അങ്ങനെയൊക്കെയാണ് ഇഷ്യൂസ് ആയത്. ഈ വീക്കോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസ് കൺട്രോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഈ നമ്മുടെ റൈറ്റ് സൈഡിൽ എപ്പോഴും ഏതെങ്കിലും ഒരു മൂവി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനിയുള്ള അപ്കമിംഗ് വീഡിയോസിൽ നമ്മൾ റെഫർ ചെയ്യുന്ന മൂവീസ് തന്നെയായിരിക്കും ആ വീക്ക് വരുന്ന മൂവീസ്. ലൈക്ക് അടുത്ത വീഡിയോ എന്തായാലും ഇത് തന്നെയായിരിക്കും, എക്സ്ക്ലൂസീവ് സെൻട്രൽ എഡിഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രസ് ടു കില്ലിൻ്റെ ബ്ലൂറേ ഡിസ്കിൻ്റെ റിവ്യൂ ആണ്. ഡ്രസ് ടു കിൽ എന്നത് 1980 ഇറങ്ങിയ ഒരു അമേരിക്കൻ നിയോ നോയർ ഇറോട്ടിക് ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഫിലിമാണ്. ബ്രയൻ ഡെ പാൽമ ആണ് ഇതിൻ്റെ ഡയറക്ടർ. മൈക്കിൾ കെയ്ൻ ഇതിൽ മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മൈക്കിൾ കെയ്ൻ എല്ലാവർക്കും ഈ ക്രിസ്റ്റഫർ നോളൻ ഫിലിംസിൽ നിന്ന് അത്യാവശ്യം പരിചയമുള്ള ഫേസ് തന്നെ ആയിരിക്കും. 1980 എന്ന് പറയുമ്പോൾ ഏകദേശം 46 വർഷത്തോളം പഴക്കമുള്ളൊരു ഫിലിമാണിത്. ക്രൈറ്റീരിയൻ എന്ന കമ്പനിയാണ് ഇതിൻ്റെ DVD, ബ്ലൂറേ, 4K എല്ലാം റിലീസ് ചെയ്തിരിക്കുന്നത്. ക്രൈറ്റീരിയൻ ആക്ച്വലി ഒരു അമേരിക്കൻ കമ്പനിയാണ്. അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ക്ലാസിക്സിലാണ്, അതായത് കൊമേർഷ്യൽ ഫിലിംസിലല്ല. ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ നമുക്കൊരു ഫിലിം ഇന്തൂസിയാസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും വളരെ ജമ്മായിട്ടുള്ള ഫിലിംസാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഒരിക്കലും ഇപ്പോൾ ഒരു മാർവൽ പോലത്തെയോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഫ്ലിക്ക് പോലത്തെയോ ഒരു കൊമേർഷ്യൽ സ്റ്റഫ് അല്ല. അറൗണ്ട് 1 hour 45 minutes അറൗണ്ട് ഇതിൻ്റെ റൺ ടൈം ഉണ്ട്. ആക്ച്വലി ഒരു ഇറോട്ടിക് തീമിൽ പറയുന്ന ഒരു ത്രില്ലർ ഫിലിമാണിത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം എൻ്റെ പ്ലോട്ട് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറയാം. ആക്ച്വലി ഒരു ഓപ്പണിംഗ് സീൻ കാണിക്കുന്നതിൻ്റെ ഒരു ഇൻറ്റിമേറ്റ് സീൻ കാണിച്ചുകൊണ്ടാണ്. വളരെ ഓപ്പണായിട്ട് ഫീമെയിൽ ന്യൂഡിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്ട്രിക്ട്ലി 18+ ആയിട്ടുള്ളൊരു ഫിലിമാണ്. ആക്ച്വലി ഇൻറ്റിമേറ്റ് സീനിൽ കാണിക്കുന്ന ഒരു ഹൗസ് വൈഫിനെയാണ്. ഹൗസ് വൈഫ് ആക്ച്വലി സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ് ആണ്. ഈ ക്യാരക്ടർ ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കൊല്ലപ്പെടുകയാണ്. ഒരു ബ്ലോണ്ട് വുമൺ ആണ് ആക്ച്വലി ലേഡിയെ കൊല്ലുന്നത്. ഇത് ആക്ച്വലി ഒരു വിറ്റ്നസ് കാണുന്നുണ്ട്. അതായത് ആ കാണുന്ന വിറ്റ്നസ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ആക്ച്വലി ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ഇത് പോലീസ് റിപ്പോർട്ട് ചെയ്യുമെങ്കിലും ഈ പുള്ളിയുടെ ജോബ് ഇതായതുകൊണ്ട് തന്നെ പോലീസിന് അതൊരിക്കലും ഒരു വിശ്വസനീയമായുള്ളൊരു സ്റ്റോറി അല്ല. അപ്പോൾ ഇൻഡയറക്റ്റ്ലി അതിൻ്റെ കണക്റ്റഡ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോകുന്നതും ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന ഒരു നിയോ നോയറിൽ പറയുന്ന അതായത് ഫോർ ഷാഡോ ചെയ്ത് ഇതിൻ്റെ ഒരു സ്റ്റോറി റിവീൽ ചെയ്യുന്നതും സസ്പെൻസ് റിവീൽ ചെയ്യുന്നതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് വരുന്നത്. 1960 ഇറങ്ങിയ ഒരു സൈക്കോ എന്ന ഫിലിമുണ്ട്. ഹിച്ച്കോക്ക് ആണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂ അഡാപ്റ്റേഷനായിട്ട് പറയാൻ പറ്റും ഈ 1980 ഫിലിം. 1960 നിന്ന് 1980 നോക്കുമ്പോഴേക്കും ഒരു ഫ്രഷ് അപ്രോച്ചായിട്ട് തോന്നുമെങ്കിലും സ്റ്റിൽ ഇത് 2026, അതായത് 46 വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോഴും ഇതൊരു ജമ്മായിട്ടുള്ള ഫിലിമാണ്. 2022 കീനോ ലോബർ എന്ന കമ്പനി ആക്ച്വലി ഇതിൻ്റെ DTSൻ്റെ 5.1 മിക്സുള്ളൊരു എഡിഷനോട് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു 4K ട്രാൻസ്ഫർ. ഞാൻ കൂടുതൽ ഇതുപോലത്തെ ഫിലിംസ്, അതായത് കുറച്ചുകൂടെ ഹോളിവുഡ് ക്ലാസിക്സ് എന്ന് പറയുമ്പോഴത്തെ കാറ്റഗറിയിൽ എടുക്കും. ഞാൻ എപ്പോഴും ക്രൈറ്റീരിയനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം ക്രൈറ്റീരിയൻ്റെ ബ്ലൂറേ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാണും. ക്രൈറ്റീരിയൻസിൽ ആക്ച്വലി 4K വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കൂടുതലും ബ്ലൂറേസ് തന്നെയാണ് ക്രൈറ്റീരിയനിൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇത് അത്യാവശ്യം ഗ്രെയിൻസ് കീപ്പ് ചെയ്തുകൊണ്ട്, അതായത് ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ലുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മാക്സിമം സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അതായത് നമുക്ക് DVD കിട്ടുന്ന അത്രയും തന്നെ കണ്ടൻറ്റ് ചിലപ്പം ഈ ബ്ലൂറേ തന്നെ. കാരണം പല ഫിലിംസിൻ്റെ ഇമ്പോർട്ടഡ് DVDസിൽ കിട്ടുന്ന പല കണ്ടൻറ്റ്സും ബ്ലൂറേസിലിട്ട് വരാറില്ല. പക്ഷേ ക്രൈറ്റീരിയൻ ആ ഒരു കാര്യത്തിൽ മാക്സിമം കണ്ടൻറ്റ് സേവ് ചെയ്യും. കാരണം ഇൻ്റർവ്യൂസ് ആയാലും മേക്കിംഗ് വീഡിയോസ് ആയാലും ഡിലീറ്റഡ് സീൻസ് ആയാലും ഓൾട്ടർനേറ്റ് ഓപ്പണിങ്സ് ആയാലും എന്ത് തന്നെ ആയാലും ഒരു മാക്സിമം കണ്ടൻറ്റ് അവരുടെ ബ്ലൂറേസിൽ കീപ്പ് ചെയ്യാറുണ്ട്. ഇത് ആക്ച്വലി ഈ ഫിലിമിൻ്റെ സെക്കൻഡ് പ്രസ്സിംഗ് ആണ്. സെക്കൻഡ് പ്രസ്സിംഗ് എന്ന് ആക്ച്വലി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രസ്സിങ്ങിൽ റീമാസ്റ്ററിങ്ങിൽ കുറച്ച് ഇഷ്യൂസ് വന്നുകൊണ്ടാണ് ഈ സെക്കൻഡ് പ്രസ്സിങ്ങിൻ്റെ ആവശ്യം വന്നത് തന്നെ. ഇത് എക്സ്ക്ലൂസീവ് ഫോർ US എഡിഷൻസ് ആണ്. അതായത് റീജിയണൽ ലോക്ക്ഡ് ആയിട്ടാണ് വരുന്നത്. 35mm ഒറിജിനൽ ക്യാമറ നെഗറ്റീവ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് റീമാസ്റ്റർ ചെയ്തിട്ടാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സൗണ്ടിൻ്റെ കേസിലും 35mm മാഗ്നറ്റിക് ട്രാക്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ LPCM 1.0 ട്രാക്കാണ്. അതായത് നമ്മുടെ AVR ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്തിട്ട് പ്രോസസ് ചെയ്യുന്നത് മൾട്ടി ചാനലിലേക്കാണ്. അതായത് എല്ലാ ചാനലിലും എത്ര സ്പീക്കേഴ്സ് ഉണ്ടോ അത്രയും സ്പീക്കേഴ്സിലും ഒരേ ഇൻറ്റൻസിറ്റിയിൽ ഒരേ ഡെപ്തിലായിരിക്കും സൗണ്ട് വരുന്നത്. ചാനൽ സെപ്പറേഷൻ അങ്ങനെയായിട്ടൊന്നുമില്ല. അതായത് നമുക്ക് സറൗണ്ട് ആക്ടിവിറ്റി സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കൊന്നുമില്ല. എല്ലാം സെയിം സൗണ്ട്, സെയിം ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ എൻ്റെ വീഡിയോ സാമ്പിൾസ് വെച്ചിട്ടുണ്ട്. ആക്ച്വലി വളരെ ഓൾഡ് ഫിലിമാണ്. അപ്പോൾ അതിന് എക്സ്പെക്ട് ചെയ്യുന്നൊരു മാക്സിമം ക്വാളിറ്റി അത് ക്രൈറ്റീരിയൻ തരുന്നുണ്ട്. നമുക്ക് ഒരിക്കലും പുതിയ ഫിലിംസുമായിട്ട് കമ്പയറബിൾ അല്ല. സ്റ്റിൽ ആ ഒരു ഓൾഡ് ടോൺ എപ്പോഴും ഉണ്ട്. ഡയലോഗ്സിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടെ അത്യാവശ്യം ഡെപ്തോടെ തന്നെയാണ് ഈ ഓഡിയോ ചെയ്തേക്കുന്നത്. വളരെ ചാനൽ സെപ്പറേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇല്ലാന്ന്. Plastic reconstruction and the formation of an artificial vagina.
a vaginoplasty to those in the know. 1960 സൈക്കോ എന്ന ഫിലിമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആക്ച്വലി ഇതിലൊരു ന്യൂ അപ്രോച്ചാണ് ചെയ്തേക്കുന്നത്. അവർ ഒരു 10 മിനിറ്റ്സിൻ്റെ ഒരു മ്യൂസിയം സീനുണ്ട്. അതിൽ ആക്ച്വലി 0 ഡയലോഗ്സ് ആണ്, മ്യൂസിക് മാത്രമേ ഉള്ളൂ. ആൾക്കാരുടെ ഫേസിൽ ക്ലോസപ്സ് വെച്ചിട്ട് അവരുടെ ഇമോഷൻസ് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തിങ്ക് ചെയ്ത് നല്ലപോലെ ഒരു ന്യൂ വേ ഓഫ് ഫിലിം മേക്കിംഗ് എന്ന് പറയാൻ പറ്റും ഈ ഒരു ട്രസ്റ്റ് ടു കിൽ. ഇതിൻ്റെ ട്വിസ്റ്റ് റിവീലായാലും ശരി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീമായാലും ശരി, വെറുതെ ഒരു ഇറോട്ടിക് ഡ്രാമ കാറ്റഗറി അല്ല ഇത് പോയേക്കുന്നത്. ആക്ച്വലി വളരെ രീതിയിലുള്ള ഫോർ ഷാഡോയിങ് ഉള്ള, അതായത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ പ്രസൻറ്റ് സിനാരിയോ ആയിട്ടും നമ്മളിപ്പം ഇപ്പോഴും കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ അൺകംഫർട്ടബിൾ ആകുന്ന പല സീൻസ്, അതായത് ഫോർ എക്സാമ്പിൾ ഈ ഹെട്രോസെക്ഷുവാലിറ്റി, ഹോമോസെക്ഷുവാലിറ്റി, ട്രാൻസ് അങ്ങനത്തെ LGBTQ കമ്മ്യൂണിറ്റി ആയിട്ട് എല്ലാം കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റോറി പോയിട്ടുണ്ട്. അതും 1980s. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ന്യൂഡിറ്റി അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. ഒരു ഫിലിം കളക്ടർ എന്ന പോയിന്റ് ഓഫ് വ്യൂവിലാണെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് കളക്ട് ഐറ്റമാണ് ട്രസ്റ്റ് ടു കിൽ. അല്ല, ജസ്റ്റ് വൺ ടൈം വാച്ച് ഫിലിമായിട്ട് നോക്കുകയാണെങ്കിൽ പോലും ഒരു നിങ്ങൾ എപ്പോഴും എല്ലാ രീതിയിലും ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം കൂടിയാണ് ട്രസ്റ്റ് ടു കിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു മൂവിയായിട്ട് കാണാം. ബൈ.